Good morning all. നമ്മൾ ലിമിറ്റിൻ്റെ എപ്സിലോൺ എൻ ഡെഫിനേഷനാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് നമ്മളൊരു സീക്വൻസ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ചെറിയ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എൻ ഉള്ള ഇൻറ്റീജർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ? മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ for all n greater than or equal to n. അതായത് ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷം നമ്മൾ ഈ ഒരു വാല്യൂ മോഡ് എൻ മൈനസ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് എൽ ആണെന്ന് പറയാം. ഓക്കെ, ഈ n നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എന്ന് പറയുന്നത് എൽ ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. യൂസിങ് എപ്സിലോൺ എൻ ഡെഫിനിഷൻ പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n is equal to 0. ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ an is equal to 1/n നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഗ്രാഫ് വരച്ച സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? ആ an-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0ലേക്കാണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അത് ഇനി നമുക്ക് എപ്സിലോൺ എൻ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് നോക്കുക? ആദ്യം തന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എടുത്തെഴുതുക. ലെറ്റ് എ എൻ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 1/n ആണ് തന്നിരിക്കുന്നത്. എൽ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യണം? 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനല്ലേ? നമ്മൾ ലിമിറ്റ് ഇങ്ങനെയാണ് എഴുതുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an is equal to l ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് ടു ഫൈൻഡ് n ഒരു n എന്നുള്ള നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് എന്താ നമ്മളെ കണ്ടീഷൻ? ഇത് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സച്ച് ദാറ്റ് മോഡ് an മൈനസ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ വരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് വരാം. അപ്പോൾ ഞാൻ എന്തെടുക്കുക? ഏതെങ്കിലും ഒരു എപ്സിലോൺ എന്നുള്ള ഒരു ആർബിട്രറി വാല്യൂ ആയിട്ട് എടുക്കുക. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ഓക്കെ, ഏതെങ്കിലും ഒരു ആർബിട്രറി വാല്യൂ ആയിട്ട് എടുക്കാം. വേണമെങ്കിൽ എന്തെടുക്കാം? 0.01 എടുക്കാം, അല്ലെങ്കിൽ 0.0001 എടുക്കാം. അതായത് 0നേക്കാളും വലുതായിട്ടുള്ള ഏതെങ്കിലും ഒരു ആർബിട്രറി വാല്യൂ ആണ് എപ്സിലോൺ ഞാൻ ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് n ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നമ്മളെ കണ്ടീഷൻ എന്താണ്? മോഡ് എ എൻ മൈനസ് എല്ലിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 0. ഇതാണ് നമ്മളെ കണ്ടീഷൻ. മോഡ് എ എൻ മൈനസ് എൽ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടണം. അതായത് മോഡ് എ എൻ മൈനസ് എൽ എന്ന് പറയുന്നത് ഇവിടെ എന്ത് കൊടുക്കാം? 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ n greater than or equal to capital N. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്നിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ റിസൾട്ടായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ മോഡ് എ എൻ മൈനസ് എൽ. മോഡ് എ എൻ മൈനസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോഡ് എ എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/n കൊടുക്കാം. എല്ലിന് പകരം എന്താണ്? 0. അപ്പോൾ മോഡ് 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടി? 1/n ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തറിയാം? ഹെൻസ് മോഡ് എ എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇഫ് 1/n ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? മോഡ് എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/n ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഈ 1/n ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ ആണ് വരുന്നത്. ഓക്കെ, n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ എന്നിൻ്റെ വാല്യൂ 1/എപ്സിലോണിനേക്കാളും കൂടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മോഡ് എ എൻ മൈനസ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? n എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന വാല്യൂ ആണ്. ചൂസ് n ടു ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുക. സച്ച് ദാറ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. ഓക്കെ, അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n ഗ്രേറ്റർ ദാൻ 1/എപ്സിലോൺ. അതായത് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ n ഗ്രേറ്റർ ദാൻ 1/ε എന്നുള്ള കണ്ടീഷൻ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1/ε ആണ്. അപ്പോൾ ഞാൻ ഈ n എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയ വാല്യൂ 1/ε വലിയ വാല്യൂ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഇംപ്ലൈസ് n ഗ്രേറ്റർ ദാൻ 1/ε. n ഗ്രേറ്റർ ദാൻ 1/ε എന്ന് പറയുമ്പോൾ എന്താണ്? 1/n എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ. 1/n ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ എന്താണ്? മോഡ് n മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കുക. അതായത് നമുക്ക് എപ്സിലോൺ n ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന an എന്ന് പറയുന്നത് 1/n ഉം l എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമ്മൾ എന്തെടുക്കുക? ഏതെങ്കിലും ഒരു ആർബിട്രറി വാല്യൂ എപ്സിലോൺ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ഇനി ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു n എന്നുള്ള ഒരു ഇൻറ്റീജർ നമുക്ക് എക്സിസ്റ്റ് ചെയ്യണം. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ? മോഡ് an മൈനസ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് എടുത്തിരിക്കുന്നത്? മോഡ് an മൈനസ് l എന്താണെന്ന് എടുത്ത് മോഡ് 1 മൈനസ് n മൈനസ് 0 ആണ്. അത് 1/n ആണെന്ന് കിട്ടി. അതായത് നമുക്ക് മോഡ് an മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/n ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഈ 1/n ലെസ് ദാൻ എപ്സിലോണിൻ്റെ അകത്താണ് നമുക്ക് എന്ത് കിട്ടിയത്? n ഗ്രേറ്റർ ദാൻ 1/ε. ഓക്കെ, നമ്മളെ കണ്ടീഷൻ എന്താണ്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഈ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? n ഗ്രേറ്റർ ദാൻ 1/ε. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യുക? ഈ n എന്ന് പറയുന്നത് 1/ε ഒരു വലിയ വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് n എന്തായിട്ട് ചൂസ് ചെയ്തു? ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 1/ε വലിയ വാല്യൂ. അതാണ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? n ഗ്രേറ്റർ ദാൻ 1/ε ആണ്. 1/n ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a എന്ന് പറയുന്നത് 0. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. Prove that limit n tends to infinity Sn is equal to 2/3 if Sn equal to 2n plus 1 divided by 3n plus 1 for all n belongs to n. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഗിവൺ Sn എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? 2n plus 1 divided by 3n plus 5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. L എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 2/3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ഏതോ ഒരു വാല്യൂ ആണ് എപ്സിലോൺ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തു. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു n കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് എൻ n ഗ്രേറ്റർ ദാൻ 0 സെറ്റ് ദാറ്റ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ? മോഡ് ഇവിടെ a ന് പകരം s ആണുള്ളത്. മോഡ് Sn മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള n-ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മളെ ലിമിറ്റ് 2/3 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ അതിൻ്റെ അകത്തേക്ക് കടക്കാം? ആദ്യം മോഡ് Sn മൈനസ് l നോക്കാം. ഓക്കെ, മോഡ് Sn മൈനസ് l ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുക. മോഡ് Sn എന്ന് പറയുന്നത് 2n plus 1 ഡിവൈഡഡ് ബൈ 3n plus 5 മൈനസ് l എന്ന് പറയുന്നത് എന്താണ് തന്നിരിക്കുന്നത്? 2/3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് 3 ഇൻറ്റു 2n plus 1 മൈനസ് 2 ഇൻറ്റു 3n plus 5 ഡിവൈഡഡ് ബൈ 3n plus 5 ഇൻറ്റു 3 വരും. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2n എന്ന് പറയുന്നത് 6n പ്ലസ് 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് 3 മൈനസ് 2 ഇൻറ്റു 3n എന്ന് പറയുന്നത് 6n മൈനസ് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് മൈനസ് 10. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3n 9n ആണ്. 9n പ്ലസ് 15. ഓക്കെ, ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6n ഉണ്ട് 6n ഉണ്ട്, മൈനസ് ആണ്. ഇത് രണ്ടും കട്ട് ചെയ്തു പോകും. അപ്പോൾ ബാക്കി മേലുള്ള എന്താണ്? മോഡുലസ് ഓഫ് -7 ഡിവൈഡഡ് ബൈ 9n പ്ലസ് 15 വരും. ഓക്കെ, മോഡ് -7 ഡിവൈഡഡ് ബൈ 9n പ്ലസ് 15 എനിക്ക് എങ്ങനെ എഴുതാം? മോഡുലസിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ലല്ലോ.
അത് പോസിറ്റീവായിട്ട് മാറും. അതായത് 7/9n+15 ആണ് നമുക്ക് എന്ത് വരുന്നത്, മോഡ് Sn മൈനസ് L വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, മോഡ് Sn മൈനസ് 2/3 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ഇഫ് ഈ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എപ്പോഴാണ് 7/9n+15 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, അതായത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 7/9n+15 എന്ന് എഴുതാം. നമുക്ക് n ഗ്രേറ്റർ ദാൻ എന്നുള്ള ഫോമിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ 9n+15 ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അപ്പം 9n+15 ഗ്രേറ്റർ ദാൻ 7/ε കിട്ടി. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ n മാത്രമേ വരണ്ടൂ. അപ്പം 9n ഗ്രേറ്റർ ദാൻ 7/ε മൈനസ് 15 വന്നു, വിച്ച് ഇംപ്ലൈസ് n ഗ്രേറ്റർ ദാൻ എങ്ങനെ എഴുതാം, 1/9 ഇൻറ്റു 7/ε മൈനസ് 15 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, n ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചൂസ് ചെയ്താൽ മതി, നമ്മളെ ക്യാപിറ്റൽ n എന്ന് പറയുന്നത് നമ്മളിങ്ങനെയല്ലേ വരുന്നത്, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണ്. ഓക്കെ, അപ്പോൾ ഈ n നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം, ചൂസ് n ടു ബി എൻ ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ greater than 1/9 into 7/ε minus 15. ഓക്കെ, എന്തായിട്ട് ചൂസ് ചെയ്യുക, ഈ 1/9 into 7/ε മൈനസ് 15 ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്തിട്ട് 7/9ε അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, n ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് 7/9ε മൈനസ് ഇവിടെ 15/3 വരും. 15/3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 5/3 എന്ന് എഴുതാം. 15/9 ആണ്, അതായത് 5/3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ n എന്തായിട്ട് ചൂസ് ചെയ്യുക, 7/9ε മൈനസ് 5/3 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ദെൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഇംപ്ലൈസ് എങ്ങനെ നമുക്ക് എഴുതാം, n ഗ്രേറ്റർ ദാൻ 7/9ε മൈനസ് 5/3 വിച്ച് ഇംപ്ലൈസ് n പ്ലസ് 5/3 ഗ്രേറ്റർ ദാൻ 7/9ε വിച്ച് ഇംപ്ലൈസ് nine into n plus 5/3 greater than 7/ε അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം, നേരെ റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, 7/9n plus 15 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് എഴുതാം. ഈ 7/9n plus 15 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് മോഡ് Sn മൈനസ് 2/3 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഹെൻസ് ബൈ ഡെഫിനിഷൻ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, ഹെൻസ് ബൈ ഡെഫിനിഷൻ നമുക്കൊരു n-ന്റെ വാല്യൂ കിട്ടിയില്ല ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ദെർഫോർ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Sn ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് കിട്ടി, 2/3 ആണെന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലിമിറ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം. അതായത് എപ്സിലോൺ n ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ സീക്വൻസ് എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സപ്പോസ് ദാറ്റ് സീക്വൻസ് ആണ് A1 A2 എക്സെട്ര B1 B2 രണ്ട് കൺവേർജൻറ്റ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an പ്ലസ് bn ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an പ്ലസ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി bn. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി c an ഇസ് ഈക്വൽ ടു c ഇൻറ്റു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an. തേർഡ് വൺ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an bn. നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an ഇൻറ്റു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി bn.
ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ബി എൻ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഫോർ ഓൾ n ദെൻ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എൻ ബൈ ബി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. മേലെയും താഴെ ലിമിറ്റ് നമുക്ക് കൊടുക്കാം. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എൻ ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ബി എൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അറ്റ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എൻ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എ എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എൻ. അതായത് ഈ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ പറ്റും. എപ്പം മാത്രം എഫ് കണ്ടിന്യൂസ് ആവണം. ഈ ഒരു പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സിക്സ്ത് വൺ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെ. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് 0 ആണ്. അതായത് എന്നിൻ്റെ വാല്യൂ അത്രയും വലുതാവുന്ന സമയത്ത് 1/n ൻ്റെ വാല്യൂ ഏതിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. എയ്ത്ത് വൺ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അതായത് ഇവിടെ നമ്മൾ വേറൊരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല, n നമുക്ക് റീപ്ലേസ് ചെയ്യാം. ദെൻ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് n എന്തായിരിക്കും? എൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1 ദെൻ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n ഇസ് ഈക്വൽ ടു 0. അതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ആർ എന്ന് പറയുന്നത് ഒരു 1/2 ആണെന്ന് വിചാരിക്കാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 അല്ല. അപ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n എന്ന് പറയുന്നത് എന്താണ് വരിക? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആറിന് പകരം 1/2 കൊടുക്കുക. 1/2 റേസ് ടു n ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/2 റേസ് ടു n ആണ്. അപ്പോൾ 1/2 റേസ് ടു n എന്ന് പറയുന്നത് 1/∞ 0യിലേക്കാണ് അപ്രോച്ച് ചെയ്യുക. എപ്പോഴാണത്? മോഡ് ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 വരുന്ന സമയത്ത്. ഇനി മോഡ് ആർ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് -1 ആണെങ്കിൽ ഈ ലിമിറ്റ് എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആർ എൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം എന്താ? ഇവിടെ 1നേക്കാളും കൂടുതലാവുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 2 എടുത്ത് നോക്കുക നമ്മൾ. അപ്പോൾ എന്താണ് വരിക? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആറിന് 2 കൊടുത്ത് നോക്കുക. അപ്പോൾ ആർ റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? 2 റേസ് ടു n ആണ്. അപ്പോൾ n ഇൻഫിനിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ 2 റേസ് ടു ഇൻഫിനിറ്റി ആണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.